വരുന്നുണ്ടോ? നേരെ ഒരുപാടായില്ലേ? സമയം എന്തോരാ എന്ന വിചാരം. എടി ലൈസൻസ് ഒക്കെ എടുത്തോ? അതൊക്കെ ഇന്നലെ തന്നെ ഞാൻ എടുത്ത് വണ്ടിയിൽ വെച്ചു. സൂക്ഷിച്ചു പോണം കേട്ടോ. എന്തിനായിട്ട് ഇങ്ങനെ പറയണേ? എന്നെ വെറുതെ പേടിപ്പിക്കല്ലേ. ഞാനൊരു ധൈര്യത്തിൽ നിൽക്കോ ഇപ്പൊ. നിനക്ക് ധൈര്യക്കുറവുണ്ടായിട്ടല്ല, ഇവിടെ വീട്ടിലിരിക്കണവർക്ക് സമാധാനം വേണമല്ലോ, അതുകൊണ്ട് പറയുന്നതാ. വണ്ടിയൊക്കെ ആയില്ലേ? എങ്ങനെയുണ്ടാ? ഉസാറായിക്കണ്, നല്ല മൊഞ്ചായിക്കണ വണ്ടി. പുള്ളിക്കൊത്തൊക്കെ ഉണ്ടല്ലോ, അതിനുപോലെ ഒരു പച്ച പുള്ളിയും കൂടി ആവേനാണ്. ഇന്ന് കഞ്ഞിയോട്ടല്ലേ, കൈനീട്ടം നമ്മളെ വകയായിക്കോട്ടെ. ഈ 1-ാം തീയതി ആകുമ്പോഴേ നമ്മളെ പീഡിയന് മുന്നിൽ ആൾക്കാർ ഒരു തിരക്കാ. എന്താ ബീവറേജ് അങ്ങോട്ട് മാറ്റിയോ? അതല്ലാന്ന്, 1-ാം തീയതി നമ്മളെ കൈ കൊണ്ട് കൈനീട്ടം കിട്ടാൻ വേണ്ടിട്ട് ഒരു തിരക്കാണ്. നിക്കിപ്പോ എങ്ങോട്ടാ? ഞാൻ പീഡിയയിലേക്ക്, ഇന്നെ പീഡിയനടുത്ത് ഇറക്കിയടിക്ക് പോയിക്കോ. അതല്ല കറക്റ്റ് ആദ്യം. എനിക്ക് അമ്പലത്തിൽ പോയിട്ട് ഇറക്കിയാൽ മതി. അമ്പലത്തിലേക്ക് നമുക്ക് പോവാ, നമ്മൾ പുറത്തുനിന്നോളാ. ഈ അകത്ത് പോയിട്ട് നന്നായിട്ട് പൂജിച്ചിട്ട് ഒരു നാളികേരെടുത്തേ ഗണപതിന് മുന്നിലോട്ട് ഉടച്ചാൽ അപ്പൊ വിഘ്നങ്ങളൊക്കെ അങ്ങോട്ട് തീരും. പടച്ചവനോട് ശരിക്കും പ്രാർത്ഥിക്കട്ടോ മൊയ്തുക്ക. നമ്മളെ നിസ്കാരത്തിൽ നിങ്ങൾ എപ്പോഴും ഉണ്ടെന്ന്. സത്യത്തില് ഇവള് ഈ പണിക്ക് പോണതിന് ഒരു താല്പര്യമില്ല. എന്റെ ഈ ഒരു കൈ ഇങ്ങനെ ആയപ്പോ ഞാൻ വല്ല ലോട്ടറി എന്തെങ്കിലും വെക്കാന്ന് പറഞ്ഞാൽ അവള് സമ്മതിക്കണമില്ല. നിങ്ങൾ അതിനെ പറ്റി ഒന്നും ചിന്തിക്കണ്ട. ഒരുപാട് കാലം വണ്ടി ഓടിച്ച് കുടുംബം പോറ്റിയ ആളല്ല നിങ്ങള്. അപ്പൊ നിങ്ങൾക്ക് വയ്യാണ്ടായതുകൊണ്ടല്ലേ. അപ്പൊ ഓളത് ഏറ്റെടുത്ത് അതിന് നമ്മള് ഓളെ സമ്മതിക്കണം വണ്ടി അല്ലേ? ഒന്ന് പറഞ്ഞു കൊടുക്ക. പിന്നെ അല്ലാണ്ട് ഇനി ഓള് നോയിക്കോളും കുടുംബോ. ഓള് ഉസാരോട്ട് ഓടിക്കും വണ്ടി. സൂക്ഷിച്ചൊക്കെ പോവുക. എനിക്കൊരു സമാധാനം എന്ന് പറഞ്ഞ ഇവിടെ ഇരിക്കുമ്പോ ഉണ്ടാവില്ല. പെണ്ണുങ്ങൾ കൈവെക്കാത്ത മേഖല ഏതാന്നുള്ളത് ഇപ്പൊ വിമാനം വരെ ഓടിക്കണം പെണ്ണുങ്ങള്. പിന്നെയാണ് പിക്കാറ്. അവള് ഭയങ്കര ധൈര്യമൊക്കെ കാണിക്കുന്നുണ്ട്. ഐശ്വര്യമായിട്ട് വന്ന് വണ്ടി എടുക്ക്. പോയിട്ട് വരട്ടെ. നമ്മളപ്പുറത്ത് കയറാം. ധൈര്യം കൊടുക്ക്. നമ്മളെ പുറകിലിരിക്കുന്നില്ല, മുന്നിലിരിക്കാം. പുറകിലിരുന്ന നമ്മള് മുതലാളിയായി പോകും. പോട്ടെ, ധൈര്യമായിട്ട് പോട്ടെ, പോയിക്കോട്ടെ. കുറച്ചുകൂടി പോട്ടെ. തിരിച്ചോ. അതെ. സാറേ, എനിക്കൊരു വണ്ടിയുണ്ടേ. അത് ഈ കമ്പനിയിൽ ഓടിക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. പിന്നെന്താ, ഓടിക്കാലോ. ആരാ ഓടിക്കുന്നത് പറയ്. അത് ഞാൻ തന്നെ. അയ്യോ, നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റില്ല. അതെന്താണ്? നിങ്ങൾ ഓടിച്ചാൽ ശരിയാവില്ല. തന്നെ എന്റെ പൊന്നു സാറേ, 10-40 കൊല്ലമായിട്ട് ഞാൻ ഈ വണ്ടി ഓടിച്ചു നടക്കുന്ന ആളാണ്. വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? വീട്ടിലെ മോനുണ്ട്. സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടോ എന്ന് വീട്ടില്? എന്റെ പൊന്നു സാറേ, സ്ത്രീകളെ കൊണ്ട് ഈ പണി എടുപ്പിച്ച് ജീവിക്കേണ്ട ഗതികളൊന്നും ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഞങ്ങൾ മാന്യന്മാരാണ്. അയ്യോ, എന്നാ മാന്യ, ഇത് കുടുംബം നോക്കാൻ വേണ്ടി സ്ത്രീകൾ ജോലി ചെയ്യുന്ന സ്ഥാപനമാണ്. ഇവിടെ നിങ്ങളെ പോലുള്ള ഒരു മാന്യന് ജോലി ചെയ്യാൻ പറ്റില്ല. എന്റെ പൊന്നു സാറേ, റെയിൽവേ സ്റ്റേഷനിലും പോലീസ് സ്റ്റേഷനിലും എല്ലാ സ്ഥലത്തും പെണ്ണുങ്ങൾ തന്നെ ജോലി. പിന്നെ ഞങ്ങളെ പോലുള്ളവർക്ക് ജീവിക്കണ്ടേ? നിങ്ങളൊക്കെ മാന്യന്മാരായി പോയില്ലേ? മാന്യനാണ്. അപ്പൊ അതുകൊണ്ട് ജോലി ചെയ്യാൻ പറ്റില്ല കേട്ടോ. സംഗതി പിടികിട്ടി. എന്താണ്? കൈമടക്ക് വന്ന കാര്യം സാധിക്കുമല്ലോ അല്ലേ? എന്റെ പൊന്ന് ചേട്ടാ, ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് കൈമടക്കം വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് അപ്രൂവൽ തന്നു കഴിഞ്ഞാല് നിങ്ങൾ ചുരിദാറിട്ടിട്ട് വണ്ടി ഓടിക്കുവോ? അതൊന്നും പറ്റുന്നില്ല. പിന്നെന്താണ്? ആ പച്ച മലയാളാണ് നിങ്ങളോട് പറഞ്ഞത് ഇത് സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്ന സ്ഥാപനമാണ്. അപ്പൊ സാറോ? എന്റെ അമ്മ, ഞാൻ നിങ്ങളത് പോടുന്നു. ദേഷ്യപ്പെടുന്നത് ഞാൻ പോകൂലേ ചേട്ടാ. മാന്യന്മാരോട് ചൂടായി എന്നുള്ള ചീത്തപ്പേര് നിങ്ങൾ എന്നെ കൊണ്ട് കേൾപ്പിക്കരുത്. നിങ്ങൾ ദയവ് ചെയ്തിട്ട് പോണോ അല്ലേ? പോകാം. അല്ല മാന്യ സാറേ, അയാളെ സാറിന് പരിചയമുണ്ടോ?